ഹായ് ഗായ്സ്, ഇന്ന് ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ധ്രുവ് ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്താണ് ഞാനും അമ്മയും കൂടി, അമ്മയ്ക്ക് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് വനിതാ ബാങ്കിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തോ പൈസ എടുക്കാൻ ആൾക്കെന്തോ സാധനം വാങ്ങാനാണ്, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കൂടെ വരുമെന്ന് ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും കൂടി, ഞങ്ങൾ രണ്ടാളും കൂടി പുറത്തുനിന്ന് വന്നതാണേ. അപ്പം അങ്ങനെ പൈസയൊക്കെ എടുത്ത് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞാൻ പുറത്ത് നടന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എന്തിനാണ് പൈസ എടുത്തത്, എന്ത് വാങ്ങാനാണെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പറയായിരുന്നു, ഇവിടെ വാ, സ്ഥലത്തുമ്പോൾ അറിയാമെന്ന് പറയുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കൂടാതെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോമിയോയിലാണ് കേട്ടോ കാണിക്കുന്നത് അമ്മ. ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വരണം കേട്ടോ ക്ലിനിക്കിലേക്ക്. അപ്പോൾ അങ്ങനെ അവിടെ വന്ന് പോസ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഡോക്ടറെയൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നു. അപ്പം അമ്മ ഡോക്ടറെയൊക്കെ കാണിച്ച് വന്നിട്ടുണ്ട്. മരുന്ന് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന ദിവസം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പുറത്തൊക്കെ പോകലുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടാവും. വീട്ടിലേക്ക് പാത്രമായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാനായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ വരുന്ന ദിവസം ഞാൻ അമ്മേനെയും കൊണ്ട് പോകലുണ്ട്. അപ്പോൾ ഞങ്ങൾ പാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് പാത്രക്കടയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ റൈസ് കുക്കർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അമ്മ അത് അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ സംസാരത്തിനിടയിൽ ഞാൻ എപ്പോഴോ പറഞ്ഞതാണ്. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാങ്കിൽ നിന്ന് പൈസയൊക്കെ അമ്മ ഇങ്ങനെ പൈസ കിട്ടുമ്പോൾ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കും കേട്ടോ. അപ്പോൾ അതിൽ എടുത്തതാണ്. അപ്പോൾ റൈസ് കുക്കറും പിന്നെ അതുപോലെ തന്നെ ഒരു പാലപ്പച്ചട്ടിയും വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടായിരിക്കാം അവിടെ എത്തിയിട്ടാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ റൈസ് കുക്കറും വാങ്ങി, പിന്നെ അതേപോലെ ഒരു പാലപ്പച്ചട്ടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതും വാങ്ങിയിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്തൊക്കെ അമ്മ കഴിക്കാനൊക്കെ എന്തെങ്കിലും മേടിച്ച് തരും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ പൊറോട്ടയൊക്കെ വാങ്ങിയിട്ടോ, വൈകുന്നേരത്തെ പൊറോട്ടയാണ്. അപ്പോൾ അത് കാരണം പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ്. ഇങ്ങനെ ഒരു നാട്ടിൻ പ്രദേശമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവായി. അപ്പോൾ ധ്രുവ് ബേബിനെ ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ പുറത്ത് പോയത്. അപ്പോൾ അവൻ ഉണർന്നോ എന്താ ചെയ്യണേ ഒന്നും അറിയില്ല. പിന്നെ എൻ്റെ ചേച്ചിയുണ്ട് വീട്ടിൽ, അപ്പോൾ അവൾ നോക്കിക്കോളും. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീടെത്താറായിട്ടുണ്ട്. കാണുന്ന വീടാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ എത്താറായപ്പോഴും അമ്മ അങ്ങനെ പറയുമായിരുന്നു, ധ്രുവ് ബേബി എണീറ്റിട്ടുണ്ടാവോ, എന്താ ചെയ്യണേ ആവോ, ഇനി കരഞ്ഞോ അതോ ഇങ്ങനെ കാണാഞ്ഞിട്ട് ചിലപ്പോൾ അവന് ഇങ്ങനെ കരയണ ഒരു ഇതൊക്കെ ഉണ്ട്, അപ്പോൾ കരഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ അച്ഛ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനെയും കത്തങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അച്ഛ വന്നിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ധ്രുവ് ബേബിനെയാണ് ആദ്യം പോയി നോക്കുന്നത്. അപ്പോൾ പോയ പോലെ തന്നെ അവിടെ അടിപൊളിയായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ.